എങ്ക പത്താലും ഷവർമ്മ. മനുഷ്യനെ കൊതിപ്പിക്കുന്നതിനൊരു പരിധിയില്ലേ. ഈ വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് പറയാവുന്ന സ്ഥിരം പല്ലവി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും റോഡിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഷവർമ്മയുടെ ഒരു ഔട്ട്ലെറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എന്തായാലും ഉണ്ടാവും. അപ്പം നമുക്കിവിടെ അങ്ങനെയുള്ളവരുടെ പരാതി തീർക്കുന്നതിനായിട്ട് നല്ലൊരു വെജ് ഷവർമ്മ ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതെന്തിനാണെന്നറിയോ? പൊട്ടറ്റോ തൂം ഉണ്ടാക്കാനായിട്ട്. നമുക്ക് മുട്ട ചേർത്ത മയോണൈസും വേണ്ട, പ്യുവർ വെജ് ആവട്ടെ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചേർക്കുന്നറിയാം? കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പാല്, കുറച്ച് നാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇവനെ അങ്ങോട്ട് അടിച്ചെടുക്കണം. നമ്മുടെ കറക്റ്റ് മയോണൈസ് ഇല്ലേ, അതിൻ്റെ വേറൊരു രീതിയിലുള്ള സംഭവമാണ് ഈ ഒരു പൊട്ടറ്റോ തൂം. മിക്കവാറും എല്ലാവർക്കും അറിയുമായിരിക്കും ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ അത് തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മയോണൈസ് കിട്ടും. നല്ല ടേസ്റ്റിയാണ്. സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, പേടിക്കേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ തുടങ്ങിയല്ലേ. അപ്പോൾ ദാ ഈ സാധനം സെറ്റായിട്ടുണ്ട്, സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് നമുക്ക് റുമാൽ റൊട്ടിയാണ്. റുമാൽ റൊട്ടി വെച്ചിട്ടാണ് ഇന്നത്തെ ഷവർമ്മ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. മിഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത് എന്താണെന്നറിയോ? നല്ല ക്രിസ്പി ആയിട്ട് കുരുമുളകിൽ വഴറ്റിയെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സിൻ്റെ ഫ്രൈയും, പിന്നെ മുകളിലായിട്ട് കുറച്ച് ഹാഫ് ബോയിൽ ചെയ്ത ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് പച്ചമാങ്ങ വെറുതെ ഒരു ഭംഗിക്ക്, ഇടയ്ക്ക് ഒരു കുഞ്ഞ് പുളി വരുമ്പോൾ ഭയങ്കര രസമല്ലേ. എന്നിട്ട് അതിനിതാ ഇങ്ങനെ ചീക്കിയത് കുറച്ച്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർത്താണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതും ഒരുപാട് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ചെറുനാരങ്ങയുടെ നീര് കിട്ടണം. കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ തൂമില്ലേ, ആ തൂം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി അടുത്തായിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാം. ഇത് അത്യാവശ്യം നന്നായിട്ട് ഫുൾഫില്ല് ചെയ്യാം. ഇതും കൂടെ ചേർന്നിട്ട് ആ ഒരു നല്ല എരിവുള്ള സോയ ചങ്ക്സിൻ്റെ ഫ്രൈ ആണ് മിഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിന് കൂടുതൽ ഫ്ലേവർ തരുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മടക്കിയെടുക്കാം. മടക്കി ഇതുപോലെ ചുരുട്ടി സാധാരണ ഷവർമ്മ ഉണ്ടാക്കിയെടുക്കില്ലേ, അതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കണം എന്നുള്ളവർക്ക് എന്തെങ്കിലും വേറെ നോൺ വെജ് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷേ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷവർമ്മയാണ്. പ്യുവർ വെജായിട്ട് തയ്യാറാക്കാം. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിന് ഈ കണ്ട് ഷവർമ്മയോടുള്ള കൊതിയുണ്ടല്ലോ, കൊതിയൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ കഴിക്കാത്തതായിരിക്കും. അവർക്കും തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്, മാറ്റിയും തിരിച്ചൊക്കെ എടുക്കാം. ഇത് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല തുണി പോലത്തെ റുമാൽ റൊട്ടി. അപ്പോൾ വെജ് ഷവർമ്മ.